നമ്മൾക്കൊന്നും തന്നെ നേടാൻ കഴിയില്ല. സമാധാനമാണ് വേണ്ടത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബാധിച്ച പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ തോത് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പ്രവാസികളുടെ ജീവനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി എന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് എന്നെന്നും അദ്ദേഹം അഹോരാത്രം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നത്. ഇവിടെയാണ് അദ്ദേഹം എത്രത്തോളം സുതാര്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതെന്നത് വ്യക്തമാകുന്നതും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥ അവലോകനം ചെയ്യുന്നതിനായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തുകയാണ് ചെയ്തത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും അതേപോലെ തന്നെ സ്വതന്ത്രവുമായ നാവിഗേഷൻ ഉറപ്പാക്കേണ്ടത് അത് അനിവാര്യമാണ് എന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി തന്നെ ഇന്ത്യയും UAEയും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ആകട്ടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിരപരാധികൾക്കും നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ കഴിയുന്ന ഏകദേശം 1 കോടിയോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയിൽ രാജ്യത്തിൻ്റെത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിൽ 40 ലക്ഷത്തോളം പേർ UAEയിൽ മാത്രമായി തന്നെ താമസിക്കുന്നവരാണ്. UAEയിലെ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ചില ഇന്ത്യക്കാർക്ക് പരിക്കേറ്റ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് മോദി ഇവിടെ ചർച്ച ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ അവിടെ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി തന്നെ UAE പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിലാണ് സ്ഥിരീകരണം നടത്തിയത്. ഫുജേറയ്ക്ക് സമീപം നങ്കൂരമിട്ടിരിക്കുന്ന ഒരു ടാങ്കിന് നേരെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ UAEക്ക് ഇന്ത്യയുടെ അതായത് പരിപൂർണമായ ഒരു പിന്തുണ അത് മോദി വാഗ്ദാനം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള വിവിധ അറബ് നേതാക്കളുമായി തന്നെ അദ്ദേഹം നിരന്തരം അവിടെ സംഭാഷണങ്ങൾ നടത്തുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യ നയതന്ത്ര തലത്തിൽ വലിയ ഇടപെടലുകളാണ് നടത്തിവരുന്നത്. വീണ്ടും വീണ്ടും ഇവിടെ ആ ഒരു വാക്ക് തന്നെ, നയതന്ത്രം എന്ന ഒരു വാക്ക് തന്നെ ആവർത്തിച്ച് നമുക്ക് പറയേണ്ടതായി തന്നെ വരുന്നു. കാരണം അത്ര കണ്ട് മോദി ആകട്ടെ വലിയ രീതിയിലുള്ള നയതന്ത്ര തന്ത്രങ്ങൾ ഇവിടെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനായി തന്നെ ഇവിടെ കൈക്കൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.